നമ്മൾ നഖങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് നമ്മളോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല? ഈ നഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഒരു അപ്പൻഡേജാണ്. അതായത് നമ്മുടെ ഈ ഒരു മുടി പോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് നഖം. ഓക്കെ, ഈ നഖങ്ങൾക്ക് നമ്മളോട് പല കാര്യങ്ങൾ പറയാൻ പറ്റും. പല അസുഖങ്ങൾ നമുക്കുണ്ട് എന്ന് വെളിയിലോട്ട് ഈ ശരീരം പ്രകടിപ്പിക്കുന്നതാണ് നഖത്തിലൂടെ വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ അതിനകത്തെ ചില കാര്യങ്ങളാണ്, നഖം മഞ്ഞയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം കാണിക്കുന്നത്. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായ വേറെ സിംറ്റംസും കാണാം. ചിലപ്പോൾ ഇതുപോലെ തിക്കൻഡായിട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള പൊട്ടിപ്പോകുന്ന കട്ടിയായിട്ടുള്ള ചൊറിച്ചിലുണ്ടാകുന്ന വേദന ഉണ്ടാക്കുന്നതായിട്ടുള്ള നഖമൊക്കെ നമുക്ക് വരാവുന്നതാണ്. നഖത്തിൻ്റെ ഷേപ്പിൽ ചിലപ്പം വ്യത്യാസം വരാം. സാധാരണ അതൊരു കേർവ്ഡ് ആയിട്ടുള്ളൊരു ഇതാണല്ലേ, ഒരു രണ്ട് സൈഡിലോട്ടും കർവായിട്ടിരിക്കുന്നത്. പക്ഷെ അത് അകത്തോട്ട് ബെൻഡിങ് വരാം. ഓക്കെ, ഒരു സ്പൂൺ പോലെയൊക്കെ വരാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം കാണിക്കുന്നത്. നെയിൽസിൽ ചിലപ്പം ഡാർക്കായിട്ടുള്ള ലൈൻസ് കാണാറുണ്ട്. ഡാർക്കായിട്ടുള്ള ലൈൻസ് ഒരു പക്ഷേ അത് മെലനോമയുടെ ഇൻഡിക്കേറ്റർ ആയിരിക്കാം. അങ്ങനെ പല ഫൈൻഡിങ്സ് കാണാറുണ്ട്. ചിലപ്പോൾ ഈ വെള്ള പാച്ച് പോലെ നമ്മൾ കാണാറുണ്ട്. അത് ചിലപ്പം കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് നഖത്തിൽ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കൈ നല്ലോണം കഴുകുക. ഈ കഴുകുന്ന സമയത്ത് നഖത്തെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതും കൂടെ ഇനിയും മുതൽ ശ്രദ്ധിക്കുക. നഖത്തിനകത്തൊക്കെ ഇഷ്ടംപോലെ അഴുക്കുണ്ടായിരിക്കാം. അപ്പോൾ അതും കൂടെ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെയൊക്കെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. കടിച്ചു കഴിഞ്ഞാൽ അതകത്ത് ചെല്ലാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഫംഗൽ ഇൻഫെക്ഷനും അതല്ലാതെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ടൈം കൈ കഴുകുമ്പോൾ തീർച്ചയായിട്ടും നഖം കൂടെ ചേർത്ത് നമ്മൾ കഴുകാൻ ശ്രദ്ധിക്കുക. കമൻസിൽ മെൻഷൻ ചെയ്യുക ഇതുപോലത്തെ മാറ്റങ്ങൾ നഖത്തിന് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം കൈ നല്ലോണം നഖവും കൂടെ ചേർത്ത് കഴുകുക.